9ാം ക്ലാസ് ടഫ് ആവോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ സത്യം പറയാലോ, ഓപ്പൺ ആയിട്ട് പറയാം, ടു ബി ഫ്രാങ്ക്. 9ാം ക്ലാസ് ഈ വർഷം നല്ല കട്ടിയാണ്, നല്ല സിലബസ് ആണ്, പക്ക ഹൈലി കണ്ടന്റ് ആണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചത്. ഓൾറെഡി 10ാം ക്ലാസ്സിനേക്കാൾ ടഫാണ് 9ാം ക്ലാസ്. 10ാം ക്ലാസ് ഭയങ്കര സിമ്പിൾ സിലബസ് ആണ്. 9ാം ക്ലാസ്സാണ് അത്യാവശ്യം ഭയങ്കര കണ്ടന്റും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളത്. പക്ഷേ ഈ വർഷം പുസ്തകം കൂടി മാറി. പുസ്തകം മാറിയപ്പോൾ നമ്മളെല്ലാവരും ആദ്യം ചിന്തിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഒന്ന് സിമ്പിൾ ആവും എന്നാണ് കരുതിയത്. പക്ഷേ നല്ല കടുകട്ടി സിലബസാണ്, കണ്ടന്റ് കൂടിയിട്ടുണ്ട്, ചാപ്റ്റേഴ്സ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ പാർട്ട് 1 മാത്രമേ വന്നിട്ടുള്ളൂ. പാർട്ട് 1 അതിൽ അത്യാവശ്യത്തിൽ അധികവും പഠിക്കാനുണ്ട്. നല്ല കണ്ടന്റാണ്, പക്ക പൊളി കണ്ടന്റ് എന്നൊക്കെ പറയാം. നമുക്ക് ഉഷാറാണ്, കാരണം അത്യാവശ്യം പഠിക്കാണ്ട്. അപ്പം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമ്മളെന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് ഓരോന്ന് നമ്മൾ പക്ക അടിപൊളിയായിട്ട് നമ്മളെന്ത് ചെയ്യും, നമ്മൾ പക്ക ക്ലിയർ കട്ടായിട്ട് ഫോളോ അപ്പ് ചെയ്യും. നമ്മൾ ഉഷാറായിട്ട് പഠിക്കും. നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ടേ പറ്റൂ, നിസ്സാരം. പേടിക്കണ്ട, ഡോൺ വറി, ടെൻഷൻ അടിക്കൊന്നും വേണ്ട. പക്ഷെ ഞാനൊരു ഒരു സിമ്പിൾ ഷോർട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്തൊക്കെ മാറ്റങ്ങൾ എവിടെയൊക്കെ വന്നിട്ടുണ്ട്, ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിക്കോട്ടെ. പേടിക്കൊന്നും വേണ്ട, നമ്മൾ പാസ്സാവും, നമ്മൾക്ക് നല്ല മാർക്കും കിട്ടും. ആ കാര്യത്തിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. പക്ഷെ എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെ രീതിയിലാണ് മാറിയിട്ടുള്ളത്, എന്തൊക്കെ കണ്ടന്റാണ് അഡീഷണൽ കൂടിയിട്ടുള്ളത്, ഏതൊക്കെ രീതിയിലാണ് പുതിയ അപ്ഡേഷൻസ് വന്നിട്ടുള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പറയുന്നത്. ഫസ്റ്റ് പാർട്ട് മാത്രമാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ 3 ചാപ്റ്റേഴ്സാണ്. കഴിഞ്ഞ വർഷം 4 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ, പക്ഷേ ഈ വർഷം 3 ചാപ്റ്റേഴ്സാണ്. പക്ഷേ വേറെ രസം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ വർഷം 4 ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിലും കണ്ടന്റ് ഷോർട്ടായിരുന്നു. പക്ഷേ ഈ വർഷം ഈ 3 ചാപ്റ്റേഴ്സിനുള്ളിൽ തന്നെ അത്യാവശ്യത്തിൽ അധികവും എന്തുണ്ട്, കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ ടു ലൈഫ് പ്രോസസ്, പിന്നെ സെക്കൻഡ് ചാപ്റ്റർ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്, ആൻഡ് തേർഡ് ചാപ്റ്റർ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ മെറ്റബോളിസം, അതേപോലെ തന്നെ ഫോട്ടോസിന്തസിസ്, പ്ലാന്റ് സർവീസസ്, പ്ലാന്റ് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെയാണ്. അതായത് ഫോട്ടോസിന്തസിന് രണ്ട് ഫേസ് ഉണ്ട്. അത് ലൈറ്റ് ഫേസ്, ഡാർക്ക് ഫേസ്, പ്രകാശഘട്ടം, ഇരുണ്ടഘട്ടം. കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അതൊന്നും കൂടി എന്ത് ചെയ്യാണ്, ഒന്നും കൂടി ഒരു ഡീറ്റെയിൽ സ്ട്രക്ചർ ആയിട്ടുള്ള രീതിയിൽ ഒന്നും കൂടി അപ്ഡേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, കുറച്ചും കൂടി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതായത് കുറച്ചും കൂടി അധികം പഠിക്കാനുണ്ട് എന്ന് അർത്ഥം. പേടിക്കൊന്നും വേണ്ട, കുറച്ച് കണ്ടന്റ് ഒന്നാമത്തെ ചാപ്റ്ററിൽ കൂടിയിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 10 പേജ് ആണെന്നുണ്ടെങ്കിൽ ഈ വർഷം ഒരു 12 13 പേജ്, അതായത് 2-3-4 പേജ് അഡീഷണൽ കണ്ടന്റ് വന്നിട്ടുണ്ടെന്നുള്ളൂ. പക്ഷേ സിമ്പിളാണ്. ഫസ്റ്റ് ചാപ്റ്ററാണ് ഏറ്റവും സിമ്പിൾ ചാപ്റ്റർ. 9ാം ക്ലാസ്സിലെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഏറ്റവും സിമ്പിൾ. അത് പണ്ടും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇത് സിമ്പിളാണ്, ആകെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. പക്ഷേ മക്കളെ ശ്രദ്ധിക്കണം, ഇത് സിമ്പിളാണ്. ഡാർക്ക് ഫേസ്, ലൈറ്റ് ഫേസ്, ഫോട്ടോസിന്തസിസ്, പിന്നെ മെറ്റബോളിസം, പിന്നെ എന്താണ് എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസ്, അങ്ങനെ സിമ്പിൾ കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഓക്കെ, എന്നാൽ ഇത് പിന്നെ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ പ്രകാശ സംശ്ലേഷണം കേട്ടോ, മലയാളം മീഡിയം. ഓക്കെ, ഇനി സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്. ഡൈജഷൻ എന്ന് പറഞ്ഞാൽ ദഹന പ്രക്രിയ, നമ്മൾ ഫുഡ് കഴിക്കുന്നു, അത് ദഹിക്കുന്നു, അതാണ് ഡൈജഷൻ. പിന്നെ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്, നമ്മൾ ഈ ദഹിച്ച അല്ലെങ്കിൽ ഡൈജസ്റ്റ് ആയിട്ടുള്ള ഈ ഫുഡ് മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അത് ഓരോ സെല്ലിലേക്കും എത്തണമല്ലോ. ഓരോ സെല്ലിലേക്കും അത് എങ്ങനെ എത്തും, ബ്ലഡിലൂടെ പോകും. അപ്പോൾ ബ്ലഡുമായി ബന്ധപ്പെട്ട, ഹൃദയവുമായി ബന്ധപ്പെട്ട, ഹാർട്ടുമായി ബന്ധപ്പെട്ട, ബ്ലഡ് വെസൽസുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, കഴിഞ്ഞ വർഷം ഡൈജഷൻ സെക്കൻഡ് ചാപ്റ്ററും അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് തേർഡ് ചാപ്റ്റർ ആയിരുന്നു. പക്ഷേ ഈ വർഷം അത് രണ്ടും ക്ലബ് ചെയ്തു. അതായത് കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും കൂടിയും ഈ വർഷം ഒരൊറ്റ ചാപ്റ്റർ ആക്കിയിട്ടുണ്ട്. സെക്കൻഡ് ചാപ്റ്റർ അതായത് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഒരൊറ്റ ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്. ഇവിടെ ഓക്കെ, സെക്കൻഡ് ചാപ്റ്ററിൽ ഫസ്റ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചാണ് സംസാരിക്കുക. ഡൈജസ്റ്റീവ് സിസ്റ്റം, ഡൈജഷൻ, ദഹനപ്രക്രിയയുടെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ്. ദഹിച്ചതിന് ശേഷം ഈ ന്യൂട്രിയൻസ് എന്ത് ചെയ്യണം, അബ്സോർബ് ചെയ്യണം, ആഗിരണം നടത്തണം. പിന്നെ ആഗിരണം നടത്തുന്നത് ഏത് രീതിയിൽ, സ്ട്രക്ചർ ഓഫ് വില്ലസ് എന്ന് പറയുന്നത് നമ്മളെ ഇൻഡസ്റ്റൈനിലുള്ള ഒരു പാർട്ടാണ്. ഓക്കെ, ഇൻഡസ്റ്റൈനിലുള്ള ഫിംഗർ ലേക്ക് പോർഷനാണ്. ആ ഫിംഗർ ലേക്ക് പോർഷൻ ആയിട്ടുള്ള വില്ലസ് ആണ് എന്ത് ചെയ്യുക, അബ്സോർപ്ഷന്, ആഗിരണത്തിന് സഹായിക്കുക. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈ ഒരു ഭാഗത്ത് ഈ ഭാഗത്തിന് ഈ ചാപ്റ്ററിന് 2 ഭാഗമാണ്. ഒന്ന് ഡൈജഷൻ്റെ ഭാഗവും രണ്ടാമത്തേത് ബ്ലഡിൻ്റെ ഭാഗം. ഡൈജഷൻ്റെ ഭാഗത്തിൽ മെയിനായിട്ട് ഇതേപോലെ തന്നെ ഡൈജസ്റ്റീവ് പാർട്ടുകളാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു ഫുഡ് കഴിച്ചാൽ അത് ഇതിലൂടെയൊക്കെയാണ് പാസ് ചെയ്യുക. ഫസ്റ്റ് മൗത്ത്, പിന്നെ ഈസോഫാഗസ്, സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, അങ്ങനെ അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ഫ്ലോ ചാർട്ട് പക്ക നമ്മൾ എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് പഠിക്കും. അതിനുശേഷം ഈ ഡൈജസ്റ്റ് ചെയ്ത മെറ്റീരിയൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെല്ലിലേക്ക് എത്തണം. സെല്ലിലേക്ക് എങ്ങനെ എത്തുന്നു, ഏത് രീതിയിൽ എത്തുന്നു, ബ്ലഡിലൂടെ എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, ബ്ലഡിൽ ആരൊക്കെയാണ് എന്താണ്
കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. പിന്നെ ഹാർട്ടിൻ്റെ സർക്കുലേഷൻ എങ്ങനെ, ഹാർട്ടിന് എത്ര അറകളുണ്ട്, ഏതൊക്കെ അറകളുണ്ട്, അങ്ങനെ ഹാർട്ടുമായി ബന്ധപ്പെട്ട, ബ്ലഡുമായി ബന്ധപ്പെട്ട, ഹെൽത്ത് ഓഫ് ഹാർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും ഇതിൻ്റെ രണ്ടാം ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യും. അതായത് ഈ ഒരു ചാപ്റ്റർ 2 ഭാഗമുണ്ട്. ആ 2 ഭാഗത്തിൽ ഫസ്റ്റ് ഭാഗത്തിൽ ഇതും 2ാം ഭാഗത്തിൽ ഈ ഒരു സംഭവം ഡിസ്കസ് ചെയ്യും. ഓക്കെ, ട്രാൻസ്പോർട്ടിൻ പ്ലാൻസും കൂടി ഡിസ്കസ് ചെയ്യേണ്ട. അതായത് ഇത് നമ്മൾ മനുഷ്യൻ്റെ കേസാണല്ലോ പറഞ്ഞത്, ഇതേപോലെ തന്നെ പ്ലാൻസിൻ്റെ കേസും ഒരു 2-3-4 പേജിൽ അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇതാണ് സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഒരു ടോട്ടൽ ഇതിവൃത്തം. ഓക്കെ, ടോട്ടൽ ടോട്ടൽ എന്താ ആ സാധനം തന്നെ. ഓക്കെ, പിന്നെ തേർഡ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. അവിടെ ശ്രദ്ധിക്കണം, കഴിഞ്ഞ വർഷം 4th ചാപ്റ്റർ ആയിരുന്നു റെസ്പിറേഷൻ വന്നിരുന്നത്. പിന്നെ എക്സ്ക്രീഷൻ 5th ചാപ്റ്റർ ആയിരുന്നു. എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ വിസർജനം. ഓക്കെ, വിസർജന വ്യവസ്ഥ. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ശ്വസന വ്യവസ്ഥ. അപ്പോൾ കഴിഞ്ഞ വർഷം ഫസ്റ്റ് പാർട്ട്, അതായത് 1ാം പാഠപുസ്തകത്തിൽ ഒരു ഫസ്റ്റ് പാർട്ട് ഉണ്ടല്ലോ, ആ ഫസ്റ്റ് പാർട്ടിൽ റെസ്പിറേഷൻ വരെ ഉണ്ടായിരുന്നുള്ളൂ പഠിക്കാൻ. പക്ഷേ ഈ വർഷം എക്സ്ക്രീഷനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, 1ാം പാഠഭാഗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്ത് വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് 5ാമത്തെ ചാപ്റ്റർ ആയിരുന്നു. പക്ഷേ ഈ വർഷം എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് 3ാമത്തെ ചാപ്റ്റർ. അതായത് ക്ലബ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ 4th ചാപ്റ്ററും 5th ചാപ്റ്ററും കൂടി ഈ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, 3rd ചാപ്റ്ററിലോട്ട് ക്ലബ്ബ് ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത്യാവശ്യം നല്ലോണം പഠിക്കാനുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, നോ ടെൻഷൻ, നോ പേടി, നോ വറി. നമ്മളൊക്കെ ഇവിടെ ഇല്ലേ, പിന്നെ എന്തിനാ മുത്തേ ചേട്ടൻ ജീവിച്ചിരിക്കുന്നത്, നമ്മൾ സെറ്റ് ചെയ്യടാ, പേടിക്കണ്ട. അപ്പോൾ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ, അതായത് തേർഡ് ചാപ്റ്റർ എന്തൊക്കെയാണ് പഠിക്കാണ്ടെന്ന് ചോദിച്ചാൽ, ഇതിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ഭാഗങ്ങളാണ്. ആദ്യം റെസ്പിറേഷൻ്റെ ഭാഗം, പിന്നെ എക്സ്ക്രീഷൻ്റെ ഭാഗം. റെസ്പിറേഷൻ്റെ ഭാഗത്തിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ആരൊക്കെയുണ്ട്, അതിൽ ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ഇവിടുന്ന് തുടങ്ങുക. നോസ്ട്രിൽസ്, നാസൽ ക്യാവിറ്റി, ട്രക്കിയ, ബ്രോങ്കസ്, ബ്രോങ്കിയോൾസ്, ആൽവിയോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകളുണ്ട്. കുറേ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. അവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പിന്നെ ഗ്യാസസ് എക്സ്ചേഞ്ച്, നമ്മൾ ഓക്സിജൻ എന്ത് ചെയ്യുന്നു, ശ്വസിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. അപ്പോൾ ആ പരിപാടി എങ്ങനെയാണെന്നുള്ളതൊക്കെ പഠിക്കാണ്ട്. സെല്ലുലാർ റെസ്പിറേഷൻ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസ്പിറേഷൻ ഇൻ അതർ ഓർഗാനിസം, മറ്റുള്ള ജീവികൾ എങ്ങനെ ശ്വസിക്കുന്നു, അതേപോലെ തന്നെ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എങ്ങനെ ശ്വസിക്കുന്നു, അതും കൂടി നമുക്ക് എന്ത് ചെയ്യാണ്ട് ഇതിൽ ഡിസ്കസ് ചെയ്യാണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ, നമ്മളെല്ലാ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കും. ഡൈജസ്റ്റീവ് പഠിക്കും, റെസ്പിറേറ്ററി പഠിക്കും, എക്സ്ക്രീറ്ററി പഠിക്കും. ഇതൊക്കെ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ, ആദ്യം നമ്മളെ കുറിച്ച് പഠിക്കും. പിന്നെ ഏതെങ്കിലും ഒരു 2-3-4 ജീവികൾ, പാവപ്പെട്ട കുഞ്ഞു ജീവികൾ, അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കും. അതിനുശേഷം പിന്നെ പ്ലാന്റ്സിൽ ആ പരിപാടി എങ്ങനെ നടക്കുന്നത് എന്നുള്ളതും കൂടി നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്ത് പഠിക്കും. ഇതാണ് ഈ ഒരു ഓരോ ചാപ്റ്ററിൻ്റെയും ഒരു ടോട്ടൽ സംഹാരം. ഓക്കെ, ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞു, 3ാമത്തെ ചാപ്റ്ററിൽ 2 ഭാഗമുണ്ട്. ഫസ്റ്റ് റെസ്പിറേഷൻ ആണ്, 2ാമത്തെ എക്സ്ക്രീഷനെ കുറിച്ചാണ്. എക്സ്ക്രീഷനെ കുറിച്ച് ഫസ്റ്റ് നമ്മളെ മെയിൻ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്താ, യൂറിയാണ്. യൂറിയ. ഓക്കെ, യൂറിയ കേട്ടിട്ടുണ്ടാവും. ആ യൂറിയ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, സിന്തസിസ് ഓഫ് യൂറിയ അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് യൂറിയ, അതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഹീമോഡയാലിസ്, എക്സ്ക്രീഷൻ ഇൻ പ്ലാന്റ്സിൽ എങ്ങനെ എക്സ്ക്രീഷൻ സംഭവിക്കുന്നു. ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ കിഡ്നിയാണല്ലോ, നമ്മൾ യൂറിയ നമ്മളെ വിസർജന വ്യവസ്ഥ അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിനെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ആളാണ് കിഡ്നി അല്ലെങ്കിൽ വൃക്ക. ഈ കിഡ്നി ഡാമേജ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഡയാലിസിസ് ചെയ്യണം. നമ്മളിങ്ങനെ ഡയാലിസിസ് പേഷ്യൻ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഡയാലിസിസ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കിഡ്നി ഡാമേജ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഡയാലിസിസ് പേഷ്യൻ്റ് ആവുക. അവരെന്ത് ചെയ്യും, ആർട്ടിഫിഷ്യൽ കിഡ്നി ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഒരു സംഭവം സക്സസ്ഫുൾ ആക്കും. അപ്പോൾ ഹീമോഡയാലിസിസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ മീൻസ് സിമ്പിൾ, ഒരാളെ കിഡ്നി ഡാമേജ് ആയി കഴിഞ്ഞാൽ വേറൊരാളെ കിഡ്നി പ്ലേസ് ചെയ്യുക ആ സ്ഥാനത്തേക്ക്. അങ്ങനെ അതിനെക്കുറിച്ച് 2-3-4 പോയിന്റ്സ് കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ 1ാമത്തെ പാഠപുസ്തകത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. 1ാമത്തെ പാഠപുസ്തകത്തിൽ 3 ചാപ്റ്റേഴ്സ് ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല കണ്ടന്റ് ഉണ്ട്. കഴിഞ്ഞ വർഷം 4 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അതൊരു സത്യമാണ്. കഴിഞ്ഞ വർഷം 4 ചാപ്റ്റർ ഉണ്ടായിരുന്നു, പക്ഷെ ആ 4 ചാപ്റ്ററിൽ കുറഞ്ഞ കണ്ടന്റേ ഉള്ളൂ. പക്ഷേ ഈ വർഷം 3 ചാപ്റ്ററേ ഉള്ളൂ, പക്ഷെ എന്തുണ്ട്, കൂടുതൽ കണ്ടന്റ് ഉണ്ട്. നമ്മളെ ഈ ചീരമുളകില്ലേ, ചീരമുളകല്ല ചെറിയ മുളക്, ചെറിയ മുളക് വെക്കണം, പക്ഷെ അതിന് ഭയങ്കര എരിവ് വെക്കണം. പച്ചമുളക് അത്യാവശ്യം വലിപ്പം ഉണ്ടാവും, പക്ഷെ അതിന് എരിവൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതെന്താണ്, ചെറിയ മുളകാണ്, പക്ഷെ നല്ല എരിവ് ഉണ്ടാവും. അതേപോലെ ചാപ്റ്റർ 3 ഉള്ളൂ, പക്ഷെ കണ്ടന്റ് അത്യാവശ്യമുണ്ട്, അത്യാവശ്യത്തിൽ അധികവും കണ്ടന്റ് ഉണ്ട്. ഇനി പാർട്ട് 2 ഏത് രീതിയിലാണ് വരിക നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിവേ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, പാർട്ട് 2 എന്തുണ്ടാവും എന്നറിയോ, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ടാവും. കാരണം അത് ഒഴിവാക്കാൻ സാധ്യതയില്ല. കാരണം കഴിഞ്ഞ വർഷം ആ ചാപ്റ്റർ ഉണ്ടായിരുന്നു, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അതേപോലെ തന്നെ ലോക്കോമോട്ടറി സിസ്റ്റം. അത് രണ്ടും പാർട്ട് 2 എന്തായാലും വരാൻ സാധ്യതയുണ്ട്. പിന്നെ വേറെ ഏതൊക്കെ സിസ്റ്റം വരും എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോൾ നിലവിൽ ഇത് രണ്ടും വരാൻ ഹൈലി സ്കോപ്പ് ഞാൻ കാണുന്നുണ്ട്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം മീൻസ് പ്രത്യുൽപാദന വ്യവസ്ഥ, പിന്നെ അതേപോലെ തന്നെ ലോക്കോമോട്ടറി സിസ്റ്റം മീൻസ് നമ്മളെ എല്ലുകൾ, അസ്ഥികൾ, ജോയിന്റുകൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ലോക്കോമോട്ടറി സിസ്റ്റം.
അതിൻ്റെ മലയാളം എന്തായിരുന്നു പെട്ടെന്ന് മറന്നുപോയി. അപ്പോൾ അതാണ് ഈ 2 സിസ്റ്റത്തെയും കുറിച്ച് നമുക്ക് എന്ത് ചെയ്യും പാർട്ട് 2 വരാനുണ്ടാവും. പിന്നെ വേറെ ഏതെങ്കിലും അഡീഷണൽ സിസ്റ്റങ്ങൾ എന്ത് ചെയ്യും ആഡ് ചെയ്യും നമ്മളെ ബോഡിയുമായി ബന്ധപ്പെട്ട. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സെക്കൻഡ് നമ്മൾ 9ാം ക്ലാസ്സിലെ പാർട്ട് 1ൻ്റെ ഒരു അവസ്ഥാവൃത്തം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, നിങ്ങൾ നമ്മളെ പക്ക ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്കിപ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും, സാർ ഇതൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് പഠിക്കുക, ഇത് വിഷയം പോലെ പ്രശ്നമാണ്, ഇത് ഭയങ്കര കടുകട്ടി സിലബസ് ആണല്ലോ. ഒരു പേടിയും പേടിക്കണ്ട, നമ്മളൊക്കെ പാസ്സാവും, നമ്മളെ പാസ്സാവുള്ളൂ. ഇത് നിങ്ങൾ എന്തിന് ടെൻഷൻ അടിക്കണം? പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം, ടെൻഷൻ അടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം എന്താ, നിങ്ങളിപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്താലും ഈ സിലബസ് ഇവിടെ നിന്ന് മാറാനൊന്നും പോണില്ല. 10 കൊല്ലത്തിന് ശേഷമാണ് പുസ്തകം മാറുന്നത്. ഇനിയിപ്പോൾ ഈ പുസ്തകം മാറണമെങ്കിൽ ഇനി 10 കൊല്ലം കഴിയണം. അപ്പോൾ നമ്മൾ പുസ്തകം മാറി കുറേ കണ്ടന്റ് കൂടി എന്ത് ചെയ്യും, അത് അങ്ങനെ ഒരു മൈൻഡ് വെച്ചിട്ട് ഇനി ഒരു കാര്യമില്ല. ആ മൈൻഡ് ഒഴിവാക്കുക, ആ മൈൻഡിനോട് പോടാ 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 എന്ന് പറയാം. എന്നിട്ട് എന്ത് ചെയ്യാ, പോട്ടെ പുസ്തകം മാറാതിരിക്കുക, അതൊന്നും നമ്മളെ മൈൻഡ് അല്ല, അതൊന്നും നമുക്ക് വിഷയമല്ല. എടാ അല്ലെങ്കിൽ ഇപ്പം എന്താ പുസ്തകം മാറിയപ്പോൾ എന്താ പ്രശ്നം? കാരണം നിങ്ങൾ ഇതിൻ്റെ മുമ്പ് 9ാം ക്ലാസ്സിലെ പുസ്തകം കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, നിങ്ങൾ ആദ്യമായിട്ടല്ലേ 9ാം ക്ലാസ്സിലെ പുസ്തകം കാണുന്നത്. അപ്പോൾ ഇതാണ് യഥാർത്ഥ പുസ്തകം എന്ന് വിചാരിച്ചാൽ മതി, പ്രശ്നമില്ലല്ലോ. നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, നമ്മളെ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക, നമ്മളെ ചാനലൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പെയ്ഡ് ബാച്ച് ഉണ്ട്. പെയ്ഡ് ബാച്ചിൽ എന്ത് ചെയ്യണം, പറ്റുന്നവരെല്ലാവരും 4,999 ആണ് നമ്മളെ എമൗണ്ട്. പറ്റുന്നവരെല്ലാവരും എന്ത് ചെയ്യുക, നമ്മൾ പെയ്ഡ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ LSS USS NMS കിട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ വെറും 99 രൂപ മാത്രമാണ് നമ്മൾ അഡ്മിഷൻ ഫീസ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും NMS LSS USS കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും എന്ത് ചെയ്യണം, നമ്മൾ ആപ്പിൽ ജോയിൻ ചെയ്യണം. കാരണം വെറും 99 രൂപയുള്ളൂ. സിമ്പിളായിട്ട് എന്ത് ചെയ്യും, 99 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷത്തെ കോഴ്സാണ് എന്ത് ചെയ്യുന്നത്, നല്ല സുതാര്യമായിട്ട് കിട്ടുന്നത്, ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടുന്നത്. പിന്നെ ഇനി അതൊക്കെ പോട്ടെ, പിന്നെ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതിൽ തന്നെ എന്ത് ചെയ്യും, നമ്മൾ ഒട്ടുമിക്ക കാര്യങ്ങളല്ലാതെ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ കറക്റ്റ് ടൈമിൽ പക്കായിട്ട് എത്തിച്ചു തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ നയിക്കുന്ന നേർവഴിയിൽ നിങ്ങളൊക്കെ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം എന്ത് ചെയ്യും, എല്ലാം ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അത് നിങ്ങൾക്കും ഉണ്ടാവും. കാരണം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ മതി. ഇത് ഞാൻ തരുന്ന ഗ്യാരണ്ടി. ഓക്കെ, ഇറ്റ്സ് ഫാസ്റ്റ് ഇറക്കൽ ഗ്യാരണ്ടി. സോ നമ്മൾ എന്ത് ചെയ്യണം, അടിപൊളിയാക്കണം, ഉഷാറാക്കണം, പഠിക്കണം, കിടിലനാവണം. അപ്പോൾ എൻജോയ്, ഓൾ ദി ബെസ്റ്റ്.